ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ 65 ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ ബീൻസ് അതിട്ട് ഒന്ന് വഴറ്റുക. ബീൻസ് അതിൻ്റെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ ആ ഒരു പച്ചതൊക്കെ ഒന്ന് മാറണമല്ലോ. പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കേട്ടോ. നമ്മൾ കയ്യിലില്ല. പിന്നെ ഞാൻ ക്യാപ്സിക്കാണ് ഇട്ടത്, കുറച്ചൊരു ചതുരത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. പിന്നെ ഒരു ലേശം ഉപ്പിട്ടോ, പച്ചക്കറിക്ക് മാത്രം വേണ്ടി ഉപ്പിട്ടാൽ മതി. നമ്മുടെ കയ്യിലുള്ള നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇടാം കേട്ടോ. ഞാനിത് മൂന്നുമാണ് ഇട്ടത്. പിന്നെ അത് ആ പച്ചക്കറിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി ഒരു മുട്ട അതിലേക്ക് തന്നെ ഒഴിച്ച് ഉപ്പിട്ടുകൊണ്ട് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുരുമുളകും കൂടെ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ പൊടിച്ചത് കഴിഞ്ഞുകൊണ്ട് ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യണവർ പച്ചക്കറിയൊക്കെ വഴറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുട്ടയും ചിക്കി മാറ്റിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇത് പിന്നെ ഇങ്ങനെ കഴിയണതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തിരിക്കുകയാണ്. എന്നിട്ടിതാ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത ചിക്കന്, അത് നമ്മൾ സാധാ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾ, കുരുമുളക് പൊടി ഒക്കെ ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് പൊരിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസ്, ചില്ലി സോസ് ഇത് രണ്ടും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ചൂറ്റിയ വൈറ്റ് ബസുമതി റൈസ് കേട്ടോ. അത് ഞാൻ ആദ്യം ഒരു 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് അരി കുതിർത്ത് അത് വേവിച്ചെടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഊറ്റി വെള്ളം വരാൻ വെച്ചിരുന്നു. ആ റൈസാണിത്. റൈസ് ഒന്നായിട്ടിട്ട് ഇളക്കരുത് കേട്ടോ. നമ്മളത് കുറേശ്ശെ ഇട്ട് മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലെ ഒരു ചോറിങ്ങനെ തമ്മിലൊട്ടാതെ ഓരോ വറ്റിങ്ങനെ വേറെ വേറെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടും കേട്ടോ നമുക്ക്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി നമ്മൾ തൂവി കൊടുക്കുക കേട്ടോ. ഇതിഷ്ടപ്പെട്ട കൂട്ടുകാർ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അതേപോലെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ ചാനൽ. എന്താ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കുറച്ച് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി നമുക്ക് അത്യാവശ്യം ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഒരു കടായിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചതുരത്തിലരിഞ്ഞ സവാള, അതേ കുറച്ചൊരു ചതുരത്തിൽ തന്നെ അരിയണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിയുള്ളത് നമുക്ക് ജോലി എളുപ്പമാണ്. അതേപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കോ ചതുരത്തിലരിയ കേട്ടോ. ഇതിലേക്ക് ഇടുന്നതൊക്കെ നമ്മൾ ചതുരത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇടുക കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ ഒരു ലേശം കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില കുറച്ച് മതി, ഇനിയില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ഞാൻ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ കുറച്ച് മല്ലിച്ചപ്പ്. എന്നിട്ട് നമ്മളിതൊന്ന് വഴറ്റി ആ ഒരു പച്ചമണക്ക മാറുന്ന വരെ വഴറ്റുക. അതിലേക്ക് കുറച്ച് സോയാ സോസ്, കുറച്ച് ചില്ലി സോസ്, അതേപോലെ ടൊമാറ്റോ സോസ്, ഇത് മൂന്നും നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി ചിക്കൻ 65 റെഡിയായി. അപ്പോൾ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്യണേ.